താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ആങ് സാൻ സൂചി ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. ഇന്നലെ ഇവിടെ വലിയ മഴയും കറണ്ടില്ലായ്മയും നെറ്റ്വർക്ക് ഇല്ലായ്മയൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ആ വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാ പിള്ളേരെ? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപമാണ് ആൻസർ. 1721 ഏപ്രിൽ മാസം 15-ാം തീയതി നടന്ന ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം. ഇതിലൊരു കുഴപ്പമുണ്ട്. 5 തരം കലാപം ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ കലാപം 5 തരം കലാപമായേനെ. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേട്ടോ, സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. പക്ഷേ ഇവിടെ 5 തരം കലാപം ഓപ്ഷനില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. 5 തരം കലാപം 1697. ഓക്കെ. രണ്ടാം ചോദ്യം, തേഫാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാളാണ് ആൻസർ. 1946 തേഫാഗ സമരം നടന്നത് ബംഗാളിൽ. 1946 തേഫാഗ കർഷക സമരം ബംഗാളിൽ നടന്നത്. ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, പഠിച്ചോണേ. അടുത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ ആരല്ല? റാണി ലക്ഷ്മിബായി ബീഗം ഹസ്രത്ത് മഹൽ ബന്ധമുണ്ട്. താന്തിയ തോപ്പി നാനാ സാഹിബ് ബന്ധമുണ്ട്. കൻവർ സിംഗ് ഷാമൽ ബന്ധമുണ്ട്. സിദ്ധു കാനുവിന് ബന്ധമില്ല. സിദ്ധു കാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1855-56 കാലഘട്ടത്തിൽ നടന്ന ഏതിൽ? സാന്താൾ കലാപം. 1855-56 കാലഘട്ടത്തിൽ നടന്ന സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് സിദ്ധുവും കാനും. അടുത്ത് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി മൈക്കൽ ഏഞ്ചലോയുടേതാണ്. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി. ഓക്കെ, അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജഡ്ജ്മെന്റ് പറയുന്നത് മൈക്കിലാണെന്ന് ഓർത്താൽ മതി. നമുക്ക് ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ കഴിയും. അടുത്ത് സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതെന്നാണ്? സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനം ഉൾപ്പെടുന്ന ജൈവമണ്ഡലം നീലഗിരിയാണ് കേട്ടോ. നീലഗിരി ജൈവമണ്ഡലം ഉദ്ദേശിക്കുന്നത് ബയോസ്ഫിയർ റിസർവ് ആണ്. ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് നമുക്കിപ്പം പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ് കുട്ടികളെ? കേരളത്തിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് അത് അഗസ്ത്യമലയാണ്. അഗസ്ത്യമലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ആദ്യത്തേത് നീലഗിരി. വർഷം നിങ്ങൾക്ക് അറിയായിരിക്കും, 1986. ഓക്കെ. അടുത്ത് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥം എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. എഴുതിയത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എഴുതിയത് കേട്ടോ. അടുത്ത് 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതെന്നാണ് ചോദ്യം. ഹരിതശക്തി അതിൽ പെടുന്നതാണ്. യുവശക്തിയും പെടുന്നതാണ്. അടിസ്ഥാന വികസനവും നിക്ഷേപവും പെടുന്നതാണ്. വിവരാവകാശം അതുമായി ബന്ധമില്ലാത്തതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു ചെറിയ ക്ലാസ് ഞാൻ തരാം, ഒരു ഷോർട്ട് വീഡിയോ തരാൻ കേട്ടോ. അമൃതകാലം നമുക്ക് ചോദിക്കും. എന്നുവെച്ചാൽ 2047 ആകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 100 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും വികസനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ അമൃതകാൽ പദ്ധതിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറണ്ട് ബേസ് അല്ല ചോദിക്കും. അടുത്ത് ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്? നല്ലൊരു ചോദ്യമാണ്, പഠിച്ചിരിക്കുക. 2020 മെയ് 12 പ്രഖ്യാപിച്ചു, ശരിയാണ്. ഇന്ത്യയുടെ GDP-യുടെ 10% വരുന്ന പദ്ധതി, അതും ശരിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ആരംഭിച്ചത്, ശരിയാണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്, അത് തെറ്റാണ് കേട്ടോ. അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് ഇന്ത്യയിലെ ഓരോ പൗരനും എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരും സ്വയം പര്യാപ്തരുമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആത്മനിർഭർ ഭാരത് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ പൗരനും എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരും അതുപോലെ തന്നെ സ്വയം പര്യാപ്തരുമാവുക, അതാണ് ലക്ഷ്യം കേട്ടോ. അടുത്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏവ? നീതിന്യായ പുനഃപരിശോധന നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ട അധികാരം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കാനഡ. ഓക്കെ. നിയമവാഴ്ച ബ്രിട്ടീഷ്, പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടീഷ്. അപ്പം 3ഉം 4ഉമാണ് ആൻസർ. ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ആൻസർ. 3ഉം 4ഉം.
മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവയെന്നാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക മാർഗനിർദ്ദേശ തത്വമാണ്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക മാർഗനിർദ്ദേശ തത്വമാണ്. വിഭവങ്ങളുടെ തുല്യ വിതരണം നിർദ്ദേശക തത്വമാണ്. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നത് എന്തല്ല, നിർദ്ദേശക തത്വമല്ല, അത് നമ്മുടെ മൗലിക അവകാശമാണ്. അപ്പോൾ ഇത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ 2 മാത്രം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്ന, ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏവയെന്നാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങൾ ഇടപെടാതിരിക്കുക ശരി. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക ശരി. വ്യക്തികൾ നികുതി അടയ്ക്കുക നമ്മുടെ കടമയിൽ പറയുന്ന കാര്യമല്ല. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക കടമയിൽ പറയുന്ന കാര്യമാണ്. അപ്പം 1, 2, 4 1, 2, 4 ശരി. അപ്പോൾ പെടാത്തത് എന്ന് ഇട്ട് കഴിഞ്ഞാൽ 3 മാത്രം. ഓപ്ഷൻ ഡി 3 മാത്രം. അടുത്ത, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതെന്നാണ്. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയെ നിയമിക്കാം. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയെ നിയമിക്കാം ശരിയാണ്. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. അതും അദ്ദേഹത്തിന് വിവേചന അധികാരമാണ്. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയില്ല. തെറ്റാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതി അധികാരം അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വിവേചന അധികാരമല്ല. പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ഉം പെടില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. ഭരണഘടനയുടെ 6ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ശരിയാണ്, സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കാനഡയിൽ നിന്നാണ് നമ്മൾ എന്ത് കടമെടുത്തിരിക്കുന്നത്? അവശിഷ്ടാധികാരം. മായം ചേർക്കൽ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു. തെറ്റാണ്. മായം ചേർക്കൽ പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിലാണ് ഈ മായം ചേർക്കൽ ഉൾപ്പെടുന്നത്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഇവിടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അത് ശരിയാണ്. അപ്പം നമുക്ക് ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1, 2, 4 ഓപ്ഷൻ ഡി 1, 2, 4 ആണ് ആൻസർ. 1, 2, 4. അടുത്ത്, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ. 1979 സ്ഥാപിതമായി. ശരിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. അതും ശരിയാണ്. ആസ്ഥാനം പൂജപ്പുര, തിരുവനന്തപുരം പൂജപ്പുര. ശരിയാണ്. ശ്രീമതി ജേഡാളി MV ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജേഡാളി MV തന്നെയാണ്. അതും ശരിയാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം. ശരിയാണ്. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. അതും ശരിയാണ്. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്. അതും ശരിയാണ്. ഈ പദ്ധതികളൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത പദ്ധതികൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം കേട്ടോ. അടുത്ത്, 4ാമത്തത് 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലയിൽ വന്ന്. തെറ്റാണ്. ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അതായത് 1985 അല്ല, 1975 ഡേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. 1975 സെപ്റ്റംബർ 9 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4ാമത്തതാണ് തെറ്റായ ജോഡി. അത് പഠിച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണെന്ന് കമൻറ്റ് ചെയ്യണേ. മന്ത്രിയുടെ മണ്ഡലം ആയിക്കോട്ടെ. ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യാം. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശരിയായ വകുപ്പ് ഏതെന്നാണ്. വകുപ്പ് 387 ഭരണഘടനാ ഭേദഗതി. തെറ്റാണ്. ഭേദഗതി ഏതാണ് പിള്ളേർ? ആർട്ടിക്കിൾ 368 ആണ്. വകുപ്പ് ഇവിടെ താഴ്ന്നു പറയാം. വകുപ്പ് 309 പാർലമെന്റ് സംയുക്ത സമ്മേളനം. തെറ്റാണ്. സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 ആണ്. അതുകൊണ്ട് എഴുതി പഠിക്കുക. 108 ആണ് സംയുക്ത സമ്മേളനം. സ്വത്തവകാശം 301A. തെറ്റാണ്. സ്വത്തവകാശം വരുന്നത് 300A എന്ന ആർട്ടിക്കിളിലാണ് സ്വത്തവകാശം വരുന്നത്. അടുത്ത്, രാജ്യസഭയുടെ പ്രത്യേക അധികാരം 312. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്ത് പ്രത്യേക അധികാരം എന്ന് ഇട്ട് കഴിഞ്ഞാൽ 312 ഇടവ് പലർക്കും ഡൗട്ട് വന്നതാണ്. അതായത് അത് ഓൾ ഇന്ത്യ സർവീസ് അല്ലേ, പിന്നെ അങ്ങനെ രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട് വരുമെന്നുള്ളത്. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിന് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. അതാണ് 312 പറയുന്നത്.
അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1996 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. നമുക്കറിയാം 96 മാർച്ച് 14 ശരി. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു, അതും ശരി. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവി, അത് ശരിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്, അതും ശരിയാണ്. അതായത് 1, 2, 3, 4 ആൻസർ വരും. ഓപ്ഷൻ ബി 1, 2, 3, 4. D ശ്രീദേവി 2 തവണ അധ്യക്ഷ ആയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി AK ആന്റണി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. 2007 മെയ് 4 നിലവിൽ വന്ന, കറക്റ്റാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, കറക്റ്റാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു, അത് തെറ്റാണ്. 2006 മുതൽ 11 വരെ മുഖ്യമന്ത്രി ആയിരുന്നത് VS അച്യുതാനന്ദനാണ്, അപ്പം അത് തെറ്റാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്, അതും ശരിയാണ്. അപ്പം മൂന്നാമത്തെയാണ് തെറ്റ്, ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നു. അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ആങ് സാൻ സൂചി ഭയത്തിൽ നിന്നുള്ള മോചനം, അതായത് ഫ്രീഡം ഫ്രം ദ ഫിയർ, ശരിയാണ്. സൽമാൻ റുഷ്ദി സാത്താൻ്റെ വചനങ്ങൾ, അതും ശരിയാണ്. അടുത്ത്, നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലുള്ള ദീർഘയാത്ര, അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത്, ഞാൻ നാഥുറാം സംസാരിക്കുന്നു, അതായത് അത് എഴുതിയ ആളുടെ പേര് പ്രദീപ് ഡാൽവി എന്ന് പറയുന്ന വ്യക്തിയാണ് ഏതെഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന കൃതി എഴുതിയിരിക്കുന്നത് പ്രദീപ് ഡാൽവി എന്ന വ്യക്തിയാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും ദൃഢഭരണഘടന അല്ല. ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും അയവുള്ള ഭരണഘടന അല്ല. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമായതുമാണ്, ശരിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ട ലോകസഭയിൽ, തെറ്റാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ഏത് സഭയിൽ വേണം അവതരിപ്പിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി, മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ചോദ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്ര മാർക്ക് ഓരോരുത്തർക്കും കിട്ടിയെന്നുള്ള കാര്യം, ഏതൊക്കെ അറിഞ്ഞൂടായിരുന്നു, ഏതൊക്കെ തെറ്റിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.